ടി ജി, ഈ വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് രണ്ട് മുൻ KPCC പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അരങ്ങ് വാഴുന്നത്. ഒന്ന് VM സുധീരനാണ്, മറ്റൊന്ന് K സുധാകരനാണ്. രണ്ടുപേരും രണ്ട് വഴിയാണെന്നേ ഉള്ളൂ, രണ്ടുപേരുടെയും രണ്ട് തലത്തിലാണ്. VM സുധീരൻ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് LDFിനേക്കാളും വലിയ വിമർശകനായി ഭരണകൂട വിമർശകനായിട്ടുണ്ട്. മറുഭാഗത്ത് K സുധാകരൻ ഏതാണ്ട് ഒതുങ്ങി അനാരോഗ്യ പ്രശ്നം മൂലം അദ്ദേഹം ഏതാണ്ട് റിട്ടയർ ചെയ്തു എന്നാണ് നമ്മൾ വിചാരിച്ചത്. K സുധാകരൻ വളരെ സമർത്ഥമോ ഗൂഢമോ ആയ ചില നീക്കങ്ങൾ നടത്തുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ നടക്കുമ്പോൾ മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭം, ജനകീയമായ അവബോധം, ഒരു വലിയ ക്യാമ്പയിൻ ഒക്കെ ആയിട്ട് നടത്തുകയാണ്. ആ സമയത്താണ് ആരും അറിയാതെ, ഗവൺമെൻറ് അറിയാതെ, KPCC അറിയാതെ, മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അറിയാതെ എറണാകുളത്തിന് നഗരത്തിന് പുറത്ത് എന്നാണ് പറയുന്നത്, ഒരു ഹോട്ടലിൽ K സുധാകരൻ വന്ന് മുറിയെടുക്കുക മാത്രമല്ല, അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു മിനി ഓഡിറ്റോറിയത്തിൽ യോഗം വിളിക്കുന്നു. യോഗം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെയോ കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ഒന്നുമല്ല, രാഷ്ട്രീയക്കാരുടേതും അല്ല. ഈ നഗരത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഗുണ്ടകളുടെ പേരിലും ഈ മയക്കുമരുന്ന് വേട്ടയുടെ പേരിലുമൊക്കെ പേര് കേട്ട നഗരമാണ് കൊച്ചി, പ്രത്യേകിച്ച് മട്ടാഞ്ചേരി. ഇവിടുത്തെ പ്രാദേശിക ഗുണ്ടകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. കുറേ ഗുണ്ടകൾ പങ്കെടുത്തു എന്ന് പറയുന്നു. പേര് കേട്ട ഗുണ്ടകളുടെ പേരൊക്കെ ഇന്ന് പല പത്രങ്ങളിലുണ്ട്, പല ദിവസങ്ങളായിട്ടുണ്ട്. എന്തിനാണ് ആ യോഗം വിളിച്ചത്? ഇപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പുറത്ത് കേൾക്കുന്നത്. ഒന്ന്, ഓപ്പറേഷൻ തൂഫാൻ്റെ മറവിൽ ഗുണ്ടകൾക്കെതിരായി ചാർജ് ചെയ്ത കേസുകൾ നിന്നൊക്കെ രക്ഷപ്പെടുത്തരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിങ്ങൾ ഡ്രഗ് വേട്ടയ്ക്ക് സഹകരിക്കണം എന്ന് പറഞ്ഞു കാണും. എന്തായാലും അതിനു വേണ്ടിയാണ് യോഗം വിളിച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ അപകടം പിടിച്ചതെന്താണെന്ന് വെച്ചാൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ കുറേ പേര് പങ്കെടുത്തു, സുധാകരനോട് ഐക്യപ്പെട്ടു. സുധാകരന് ഗുണ്ടകളുടെ ഒരു വമ്പിച്ച പിന്തുണയുണ്ട് എന്ന് തെളിയിക്കലും കൂടിയാണ് അതിൻ്റെ ഒരു അജണ്ട. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ, ആ യോഗം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മട്ടാഞ്ചേരിയിലെ ഒരു ബാറിൽ കയറിയിട്ട് ഒരുത്തനെ, ഷമീർ എന്ന് പറയുന്ന ഒരുത്തനെ ഈ മട്ടാഞ്ചേരി ഷാജി എന്ന് പറയുന്ന ഗുണ്ട ചുറ്റിയെ കൊണ്ട് അടിച്ചിട്ട് കൊല്ലാനാക്കി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അത് പുതിയ കേസായി. ചോദ്യം ഇതാണ്, ഇപ്പോഴും മുഖ്യമന്ത്രിയോ അറിഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി ഞാൻ അറിഞ്ഞില്ല, ആരാണ് യോഗം വിളിച്ചത് അവരോട് ചോദിക്കൂ എന്ന് പറയുന്നു. DCC ഒട്ടും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് K സുധാകരൻ്റെ ഈ ഉൾപ്പെടെ ഈ പുതിയ നീക്കത്തിന് എന്തായിരിക്കും അതിനർത്ഥം? K സുധാകരനെ ആരോ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ്സിൽ. അതുകൊണ്ടാണ് K സുധാകരൻ വിളിച്ച യോഗത്തിൻ്റെ വീഡിയോ പുറത്താകുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ആൾ വേറൊരു ബാറിൽ പോയിട്ട് അടിപിടി നടത്തുന്നു. അതിൻ്റെ വീഡിയോ ഉടനെ ഔട്ടാവും. ആ വീഡിയോ പുറത്താകും. ഇത് യാദൃച്ഛികമൊന്നുമല്ല. ഇതാരോ ഈ വീഡിയോ സീക്വൻഷ്യലായിട്ട് ചാനലുകൾ എത്തിക്കുന്നതാണ്. സുധാകരൻ പങ്കെടുക്കുന്ന യോഗം, അതിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അയാൾ തന്നെ മറ്റേ ബാറ്, ഈ ബാറിലെ ഇയാൾ ഈ ബാറിൽ കയറിയെന്നും അവിടെ CCTV ഉണ്ടെന്നും ആ CCTVയുടെ വീഡിയോ നമുക്ക് ഉപയോഗിക്കാമെന്നും ഒക്കെ ആരെ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്? ഒരു മനുഷ്യൻ പോകുമ്പോൾ നാട് നിങ്ങളെ അനൗൺസ് ചെയ്തുകൊണ്ടല്ലോ പോകും, ഞാൻ ഇന്ന ബാറിൽ പോവുകയാണ്, വീഡിയോ എടുക്കാനുള്ളവരൊക്കെ അവിടെ വരണം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു സ്കീമുണ്ട്. സുധാകരനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ നിന്ന്. ഇനി സുധാകരൻ ആ മീറ്റിംഗ് എന്തിനു വിളിച്ചു കൂട്ടിയെന്നുള്ളത് സുധാകരനെ അറിയാവുള്ളൂ. സുധാകരൻ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ വേണം. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഈ കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് പോയവരാണ് മദ്യപിച്ച് വെള്ളം വെച്ചത്. ഇപ്പോൾ സുധാകരൻ ലഹരി വിരുദ്ധ യോഗം വിളിക്കുന്നു, അതിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളും വരുന്നു. സുധാകരൻ എന്ത് ചെയ്യും? സുധാകരൻ അറിയില്ല ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ അല്ലേ എന്ന്. ഒരു യോഗം വിളിക്കുകയാണ്. അതാവാം. അതല്ലെങ്കിൽ സാറ് ഈ തുടക്കത്തിൽ പറഞ്ഞൊരു വെർഷൻ, നിങ്ങൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളാണ്, പലവിധ കേസുകൾ സംഗതികളൊക്കെ ഉണ്ട്, ആ കേസുകൾ ഞാൻ മയത്തിലാക്കി തരാം, പക്ഷേ ഈ ഡ്രഗിനെതിരായി അതും പോസിറ്റീവായിരിക്കണം. അത് ചെയ്യാറുണ്ട് പോലീസുകാർ. ഈ പ്രതിയെ കൊണ്ട് വായിക്കുമ്പോൾ ബഷീറിൻ്റെ കഥ തന്നെ അതാണല്ല, ഒരു ലോക്കപ്പിൽ നിന്നൊരു പ്രതിയെ ഇറക്കി വിട്ടിട്ട് അയാൾ മോഷണം നടത്തി, അങ്ങനെയാണല്ലോ പൊൻകുരിശ് തോമ. അപ്പോൾ ഈ ഏർപ്പാട് നേരത്തെ ഉണ്ട്. നമ്മൾ ഒരു ചെറിയ കുറ്റകൃത്യത്തിന് പകരം വലിയ കുറ്റകൃത്യത്തെ സഹായിക്കുക, അപ്പോൾ ചെറിയ കുറ്റകൃത്യം ഞങ്ങൾ കോടതിയിൽ ഉഴപ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഇതൊക്കെ അലൗഡായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ K സുധാകരൻ ചെയ്തത്.
കെ സുധാകരൻ കോൺഗ്രസ്സിൽ നിരാശനായ ഒരു മനുഷ്യനാണ്. വാസ്തവത്തിൽ ഡിസർവിങ് ആണ്, പക്ഷേ നിരാശനായിപ്പോയി. നിരാശ ഇനി മുഖ്യമന്ത്രിയാവാത്തതിലല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിയാവാത്തതിൻ്റെ മാത്രമല്ല, ഈ ഒരു എറണാകുളത്തിന് വടക്കോട്ട് കോൺഗ്രസ്സിന് ഒരു മേൽവിലാസം നഷ്ടപ്പെട്ട കാലത്ത് ആ മേൽവിലാസം തിരിച്ചു പിടിച്ച 2 പേരാണ്. ഒന്ന് കെ സുധാകരൻ, വേറൊന്ന് എൻ രാമകൃഷ്ണൻ. കണ്ണൂർക്കാരൻ മരിച്ചുപോയി. രാമകൃഷ്ണൻ മരിച്ചു. രാമകൃഷ്ണനായിരുന്നു തോന്നുന്നു സുധാകരൻ്റെ മുൻഗാമി. ഇവർ 2 പേരുമാണ് കൈക്കരുത്ത് കൊണ്ട് കോൺഗ്രസ്സിനെ ആ മേഖലയിൽ എണീപ്പിച്ച് നിർത്തിയ ആൾക്കാർ. ബാക്കി തിരുവിതാംകൂറുകാരൊക്കെ വാചകമടിക്കും എന്നുള്ളതല്ലാതെ മേല് നോക്കുന്ന പണിക്ക് അവർ പോകില്ല. തിരുവിതാംകൂറിൽ സാറ് ശ്രദ്ധിച്ചിട്ടില്ലേ, രാഷ്ട്രീയ സംഘടന വളരെ കുറവാണ്. വാചകമടിക്കും, തല്ലാനും കുത്താനും ഒന്നും തിരുവിതാംകൂറുകാരെ കിട്ടില്ല. അത് ശരി, അത് മറ്റൊരു തന്നെ. അപ്പോൾ തിരുവിതാംകൂറിൽ കുറച്ച് കുട്ടനാട്ടിലും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് സംഘർഷം നടന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് അവസാനിച്ചു. ബട്ട് കണ്ണൂർ സംഘർഷം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അവിടെയും ഇവിടെയൊക്കെ ചില്ലറ കത്തിക്കുത്ത് ഇതൊക്കെ നടക്കും. അപ്പോൾ ഇത് അവർ കോൺഗ്രസ്സിന് ചെയ്ത സേവനങ്ങളാണ്. പക്ഷേ അതിന് തക്കതായ ഒരു സ്ഥാനം സുധാകരന് കിട്ടിയില്ല കോൺഗ്രസ്. അല്ല, ദീർഘകാല MLA ആയി, MP ആയി, KPCC പ്രസിഡൻ്റായി. ഇനി കിട്ടാത്തത് ഈ ഒരു മുഖ്യമന്ത്രി പദവിയല്ലേ ഉള്ളൂ. സാർ, ഇതൊക്കെ സാറ് നോക്ക്, കോൺഗ്രസ്സിൽ ഭൂരിഭാഗം നേതാക്കളും തെക്കന്മാരാണ്. AK ആൻ്റണി, ഉമ്മൻചാണ്ടി, കരുണാകരൻ മാത്രമാണ് ഒരു വടക്കൻ വേണമെങ്കിൽ പറയാം, എന്നാലും തൃശ്ശൂരാണ്, അതിനപ്പുറത്തേക്കില്ല. ബട്ട് CPM-ൽ അപ്പർ ഹാൻഡ് വടക്കന്മാർക്കാണ്. ഒരു അച്യുതാനന്ദനെ ഒഴിച്ചാൽ തെക്കുന്ന അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതെ അതെ, EMS അല്ലേ, വടക്കിൻ്റെ ആധിപത്യമാണ്. EMS, നായനാർ, പിണറായി. BJP-യിൽ വടക്കിൻ്റെ ആധിപത്യമാണ്. CKP തൊട്ട് അല്ലേ, പിന്നെ സുധാകരൻ വരെ, സുരേന്ദ്രൻ വരെ, മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ. മുരളീധരൻ വടക്കാണോ? പിന്നെ മുരളീധരൻ വടക്കാണ്. ശരി. മുരളീധരൻ കണ്ണൂരുകാരനാണ്, ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത്. ഗ്രാമത്തിൻ്റെ പേരെനിക്ക് വരുന്നില്ല. ആണല്ലേ. അവിടെ ഇവരൊക്കെ ഈ തെക്ക് വോട്ട് കൂടുതലാണ്, അതുകൊണ്ട് വടക്കന്മാരെല്ലാം ഓടി തെക്ക് വന്ന് മത്സരിക്കുകയാണ്. അല്ലാതെ അവർ തെക്കുള്ളവരായിട്ടൊന്നുമല്ല. BJP വടക്കോട്ട് പോയി ഇപ്പോൾ കാസർഗോഡിന് അപ്പുറം കടന്നു എന്ന് മാത്രം. അല്ല, ഇവർ ഈ തെക്ക് മത്സരിക്കുന്നു. നോക്ക്, MT രമേശ് വടക്കനാണ്, കോഴിക്കോട്. ശോഭാ സുരേന്ദ്രൻ വടക്കാണ്. ഏതായാലും എറണാകുളത്തിന് വടക്കാണ്. നമ്മൾ എക്സ്ട്രീം വടക്കാവണമെന്നൊന്നുമില്ല. K സുരേന്ദ്രൻ, CK പത്മനാഭൻ, V മുരളീധരൻ, ഇവരെല്ലാം, ഇവൻ രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് പറഞ്ഞത്. സോ വടക്കിൻ്റെ ആധിപത്യം BJP-യിലുണ്ട്. ഞാനിത് നല്ലത് ചീത്ത ഇവർ കുറ്റക്കാരൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഓരോ പാർട്ടിയിലും ഒരു റീജിയൺ പിടിമുറുക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സിൽ പക്ഷേ തെക്കന്മാരുടെ ആധിപത്യം ഇപ്പോഴും. അപ്പോൾ അതിൽ രക്തസാക്ഷിയായപ്പോൾ ഒരു മനുഷ്യനാണ് സുധാകരൻ. അത് കൂടാതെ കാലം കടന്നു പോകില്ല സാർ, പ്രായവും കൂടി വന്നു, ഡിസബിലിറ്റീസ് വന്നു, പലവിധ അസുഖങ്ങൾ, അത് ഇതൊക്കെ. അങ്ങനെ നിർഭാഗ്യവനായ ഒരു രാഷ്ട്രീയക്കാരനാണ് സുധാകരൻ. അദ്ദേഹം പല രീതിയിൽ ഒരു പക്ഷേ തലപൊക്കാൻ നോക്കുന്നുണ്ടാവാം, തൻ്റേതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയോ സാമൂഹ്യ പ്രവർത്തനം നടത്തി. പക്ഷേ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കും. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പേടിയുണ്ടാകും, അദ്ദേഹത്തിൻ്റെ തൂഫാൻ വെറും ഇളങ്കാറ്റാണ് എന്ന് നാളെ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. ഈ തൂഫാൻ വലിയ കാര്യമൊന്നുമാണ് ഞാൻ വിശ്വസിച്ചിട്ടില്ല. തൂഫാൻ ഞാൻ 25 കിലോ മയക്കുമരുന്ന് കടത്തുന്നു, സാറ് ആഭ്യന്തരമന്ത്രിയാണ്, എന്നോട് പറയുന്നു ഒരു 100 ഗ്രാം എൻ്റെ എക്സൈസുകാർക്ക് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കട് വന്നിട്ട് തൻ്റെ പണ്ടാരം ഇവിടെ വെച്ചാൽ കൊണ്ടുപോക്കും. 100 ഗ്രാം MDMA പിടിച്ചു. 100 ഗ്രാമിന് 1 കോടി രൂപയെ വിലയുണ്ടാവും. 1 കോടി രൂപ എന്നൊക്കെ ഫ്ലാഷ് രമേശ് ചെന്നിത്തല വലിയ ആളായി. 100 ഗ്രാം ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. അല്ലാതെ മയക്കുമരുന്ന് മാഫിയയെ രമേശ് ചെന്നിത്തല ഒതുക്കുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് രാഷ്ട്രീയക്കാർക്കൊക്കെ കാശ്, ഈ പാർട്ടി മുന്നോട്ട് പോകണ്ടേ, തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ, രമേശ് ചെന്നിത്തലയ്ക്ക് കാശ് വേണ്ടേ, VD സതീശൻ കാശ് വേണ്ടേ, ആരുടെ കയ്യിലാണ് കാശിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ഒരു നാടകമാണ്. എക്സൈസുകാരും ഇത് ചെയ്യാറുണ്ട്.
കള്ളവാറ്റുകാർ മനഃപൂർവ്വം എക്സൈസിന് പിടിക്കാനായിട്ട് ചില സ്ഥലത്ത് ചട്ടിയും കലവും ഒരു പാവത്തിനെയും കൊടുക്കും. അവനെ പിടിച്ചു നിങ്ങൾ കൊണ്ട് കാട്ടിനുള്ളിൽ വാറ്റുന്ന ആളിനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു പഞ്ചപാവത്തെ അവനെ കൊണ്ട് 15 ദിവസം റിമാൻഡ് ചെയ്യും. 1 മാസം അവൻ ജയിലിൽ കിടക്കും. അവനൊരു 10,000 രൂപ കൊടുക്കും, ഇറക്കി നിർത്തും. ഇങ്ങനെ ഈ നാടകം ലോ ആൻഡ് ഓർഡർ നടക്കുന്നുണ്ട് എന്ന് വരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ ആവശ്യമാണ്. ഇതിനു മുമ്പ് പുള്ളി ഒരു ഓപ്പറേഷൻ കുബേര നടത്തിയിരുന്നില്ല. പാവപ്പെട്ട ചിട്ടിക്കാരനെയൊക്കെ പൊളിച്ച് കൈ കൊടുത്തു. ഡെയിലി ചിട്ടി എന്നൊക്കെ പറഞ്ഞ് ഗ്രാമപ്രദേശത്ത് നടക്കുമല്ലോ. ഇതൊക്കെ വിശ്വാസം ബ്ലേഡ് കമ്പനികൾക്ക് ഒന്നും പറ്റിയതുമില്ല. ഒന്നും പറ്റും. ബ്ലേഡ് കൊടുക്കേണ്ടത് കൊടുത്ത് തീർന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ. എന്തായാലും ഇപ്പോൾ സുധാകരൻ 2 കാര്യമാണ് ടി ജി പറഞ്ഞതിൻ്റെ. ഒന്ന്, സുധാകരനെ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ആരൊക്കെയോ കാര്യമായി ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു ട്രാപ്പിലിട്ടതാവാം. 1. 2, സുധാകരൻ രാഷ്ട്രീയത്തിൽ കുറെ കൂടി അംഗീകാരം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 3, തൂഫാൻ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് തന്നെയാണ്, ഒരു പ്രചാരണ തട്ടിപ്പ് ആണെന്നാണ് ജീവിതാനുഭവങ്ങൾ എന്നെ കൊണ്ട് പറയിക്കുന്നതാണത്. അല്ലാതെ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഓക്കെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.